എൻ്റെ പേര് വി ശോഭ. ഞാൻ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡൻ്റാണ്. 2024 പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 17 ആരംഭിക്കുന്നു. ഏകദേശം ഒരു 5 മാസം കൊണ്ട് പൊങ്കാല മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. 127 പേരടങ്ങുന്ന, അതായത് ട്രസ്റ്റ് അംഗങ്ങളും അതുപോലെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും അടങ്ങുന്ന ഒരു ഉത്സവ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ മേൽനോട്ടത്തിലാണ് ഞങ്ങളുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനവും നടക്കുന്നത്. ഓരോ പ്രവർത്തനത്തിൻ്റെ രീതി അനുസരിച്ച് ഞങ്ങൾക്ക് 9 കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. പ്രധാനമായും കുത്തിയോട്ടം കമ്മിറ്റി, അതിൽ കുത്തിയോട്ടം രജിസ്ട്രേഷൻ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുത്തിയോട്ടം നടത്തിപ്പ് അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ കാര്യങ്ങളും നോക്കുന്നത് ഈ കമ്മിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് 9 ദിവസത്തെ പ്രോഗ്രാമുകൾ കൃത്യമായിട്ടും 3 സ്റ്റേജുകളിലായിട്ട് നടക്കുന്നു. ഈ 3 സ്റ്റേജിലേക്കും വേണ്ടിയിട്ട് കൃത്യമായ ടൈമിങ്ങും അതനുസരിച്ച് എഗ്രിമെൻറ്റും ഒക്കെ വെച്ച് കൃത്യമായി മേൽനോട്ടം വഹിച്ച് ചെയ്യുന്നത് ഈ പ്രോഗ്രാം കമ്മിറ്റിയാണ്. അതുപോലെ തന്നെയാണ് പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാം ബുക്ക് പ്രിൻ്റ് ചെയ്തിറക്കുക, അതുപോലെ പ്രസ് കോൺഫറൻസുകൾ നടത്തുക, പിന്നെ ചാനൽ ഇവരുമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. മെസ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടും സ്റ്റാഫിനും മറ്റും എല്ലാവർക്കും വേണ്ടിയിട്ട് പോലീസിൻ്റെ തന്നെ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നൽകുക, 4 നേരം, രാവിലെയും ഉച്ചയ്ക്ക്, വൈകുന്നേരം ടീ, പിന്നെ രാത്രി, ഇത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മെസ് കമ്മിറ്റി. പിന്നെ അതുപോലെ 2 കല്യാണ മണ്ഡപങ്ങളിലായിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആഹാരം നൽകുന്ന പ്രസാദ ഊട്ട് കമ്മിറ്റി ഉണ്ട്. പിന്നെ വരുന്നത് റിസപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ 9 ദിവസവും ക്ഷേത്രത്തിനകത്തുള്ള സ്ത്രീകളുടേത് അങ്ങനെയുള്ള ഭക്തജന തിരക്ക്, അതിന് പോലീസൊക്കെ ഉണ്ടെങ്കിൽ കൂടെയും ക്ഷേത്രത്തിനുള്ളിൽ ഉള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന റിസപ്ഷൻ കമ്മിറ്റി, അതിൻ്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. പിന്നെ വരുന്നത് പ്രൊസഷൻ ആൻഡ് താലപ്പൊലിക്ക് വരുന്ന കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, അതുപോലെ ദേവി എഴുന്നള്ളിച്ച് പോകുമ്പോഴൊക്കെ ഉള്ള പ്രൊസഷൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുക, ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ്. ആൾക്കാർ വരുന്നതിനും, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഡ്യൂട്ടി പാസ് കൊടുക്കണം. അതുപോലെ പൊങ്കാലയുടെ തലേ ദിവസം രാത്രി 12 മണി മുതൽ പൊങ്കാല തീരുന്നത് വരെ പുരുഷന്മാരുടെ അകത്തോട്ടുള്ള പ്രവേശനം ഒരു ഏരിയയ്ക്ക് ചുറ്റും ഒരു പാസ് വഴിയാണ്. അതായത് ഒരു ബഹളം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പാസ്, ബാഡ്ജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യുക, അതിന് ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 9 കമ്മിറ്റികളാണ്. പിന്നെ ഈ പന്തൽകെട്ട്, സ്റ്റേജ്, ഇതിന് അക്കോമഡേഷൻ കമ്മിറ്റി. ഒക്ടോബർ മാസം മുതൽ ഓരോ കമ്മിറ്റികളും അതാത് സമയങ്ങളിലെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ ആക്ഷൻ പ്ലാനോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഈ 17 ആരംഭിക്കുന്ന പൊങ്കാലയ്ക്ക് എല്ലാ സജ്ജീകരണവും ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെയുള്ള കാര്യം പിന്നെ ആന, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നേരത്തെ തന്നെ ഞങ്ങൾ ഓരോടത്തു നിന്നും കിട്ടേണ്ട പെർമിഷൻ ഇതൊക്കെ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള കുറേ വാർഡുകൾ ചേർത്തിട്ട് നമ്മൾ ഉത്സവ മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ചീഫ് സെക്രട്ടറിക്ക് ലെറ്റർ കൊടുക്കും. അന്ന് മുതൽ ഉള്ള അവലോകന യോഗങ്ങൾ നടത്താറുണ്ട് ഗവൺമെൻറ്. മേയർ തലത്തിൽ, മന്ത്രിമാരുടെ തലത്തിൽ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ദേവസ്വം ബോർഡ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ MLA കൂടെയാണ്, ദേവസ്വം വകുപ്പ് മന്ത്രി, ഇങ്ങനെ പല തലത്തിലുള്ള അവലോകനങ്ങളുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന്. പിന്നെ കളക്ടറുടെ തന്നെ 3-4 അവലോകന യോഗങ്ങൾ നടന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വർക്കുകളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിലേക്ക് വേണ്ടി ഉത്സവം തുടങ്ങുന്ന ദിവസം മുഖ്യമന്ത്രി ഇവിടെ വരാം, അവലോകനം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ട്രസ്റ്റ് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളുടെയൊക്കെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഉത്സവം. ഒപ്പം നമുക്ക് അമ്മയുടെ അനുഗ്രഹമുണ്ട്. പിന്നെ പൊങ്കാല ദിവസം ചെയ്യേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏകദേശമൊക്കെ ആയിക്കഴിഞ്ഞു. 12-ാം തീയതി പ്രസ് കോൺഫറൻസ് വെച്ചിരിക്കുകയാണ്, പത്രസമ്മേളനം. പിന്നെ ഇപ്രാവശ്യം 606 ബാലന്മാരാണ് കുത്തിയോട്ടം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. 10-നും 12-നും ഇടയ്ക്കുള്ള കുട്ടികളാണ് കുത്തിയോട്ടം രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഏകദേശം എല്ലാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും കുറേയൊക്കെ പൂർണ്ണമായിട്ടില്ല, അതിപ്പോൾ
ഉത്സവം തുടങ്ങിയാൽ മാത്രമേ തീരുന്ന കാര്യങ്ങളുള്ളൂ. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച്, ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ കഴിഞ്ഞ കുറേ വർഷമായി ഈ ഉത്സവ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൺവീനർഷിപ്പ്, അതുപോലെ 2020 ഈ ഉത്സവത്തിൻ്റെ ജനറൽ കൺവീനറായിരുന്നു. അപ്പോൾ എല്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ 3 വർഷം വൈസ് പ്രസിഡൻ്റ് ആയിട്ടായിരുന്നു. അപ്പം ആദ്യമായിട്ടുള്ള ഒരു വനിതാ പ്രസിഡന്റ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇത്രയും സ്ത്രീജനങ്ങൾ പൊങ്കാലയിടുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു സ്ഥാനത്ത് ഒരു വനിത വരുന്നത് വളരെ നല്ല കാര്യമാണ്. എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ഇതാണ്. പിന്നെ ഇതിപ്പോൾ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ് എല്ലാ ഇതിലും എടുക്കുന്നത്. അപ്പം എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ടെൻഷനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഉത്സവവും പൊങ്കാലയും തിരക്കും. അപ്പം എൻ്റെ അച്ഛനായിരുന്നു നേരത്തെ ഇവിടുത്തെ ട്രസ്റ്റ് അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഞാൻ വന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ ഉത്സവത്തിൻ്റെ ആ ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല, പ്രവർത്തിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഇതൊക്കെ കണ്ടു വളർന്നിട്ടുണ്ട്. പിന്നെ ഇതുമായി ഇടപഴകി വരുമ്പോഴുള്ള അറിവ്, ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കതൊരു നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതൊരു പ്രയാസമുള്ള ഒരു കാര്യമല്ല. അപ്പം എല്ലാവരുടെയും സഹകരണത്തോടു കൂടി പ്രാവശ്യം നല്ലൊരു പൊങ്കാല അമ്മ ഞങ്ങൾക്ക് നൽകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവസ്ഥ.